ആദിൽ പാലോട് ലാലു പ്രസാദ് യാദവും പ്രതികരിച്ചില്ല. അതൊരു കാഴ്ചയാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നില്ലേ ആദിൽ പാലോട് ലാലു പ്രസാദ് യാദവിനെ കാണുന്നത്? ലാലു പ്രസാദ് യാദവിന്റെ റാലികളിലൊക്കെ നമ്മൾ പട്നയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇത്ര അടുത്ത് പ്രതികരണത്തിനായി ശ്രമിക്കുന്നത് ഇതാദ്യമായാണ്. ഈ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾക്ക് സാക്ഷിയായ അല്ലെങ്കിൽ നേതൃത്വം നൽകിയ ഒരു നേതാവാണ്. അതിന്റെ ചില കാര്യങ്ങൾ അരുൺകുമാർ തന്നെ പറയുന്നുണ്ടായിരുന്നു. രഥയാത്ര വരുമ്പോൾ അഡ്വാനിയെ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ച മുഖ്യമന്ത്രി എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്, പലയിടത്തും വായിച്ചിട്ടുള്ളതാണ്. ഏതായാലും അങ്ങനെ ഒരു നേതാവാണ് ലാലു പ്രസാദ് യാദവ്, RJDയുടെ നേതാവ്. മകൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, മഹാഗഠബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ, മഹാസഖ്യം വിജയത്തിലേറുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രി, യങ്ങസ്റ്റ് CM ആയി മാറും ബീഹാറിലെ മുഖ്യമന്ത്രി തേജസ്വി യാദവ് എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഏതായാലും മഹാഗഠബന്ധൻ വിജയിക്കുമോ ഇല്ലയോ വലിയ ആത്മവിശ്വാസത്തിലാണ്. നമ്മൾ ചോദിച്ചിരുന്നു ഈ അന്തരീക്ഷമൊക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. ഇറങ്ങിയ ശേഷം തേജസ്വി യാദവ് വരുന്നു. സാധ്യതയുണ്ട് തേജസ്വി യാദവിന്റെ പ്രതികരണത്തിലേക്ക്. തേജസ്വി യാദവ് വോട്ട് രേഖപ്പെടുത്തി വരികയാണ്. പോളിംഗ് ബൂത്തിന് പുറത്തേക്ക് ഇറങ്ങി തേജസ്വി യാദവിന്റെ പ്രതികരണത്തിന് നമ്മളും ശ്രമിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം, കാണാം എന്താണ് തേജസ്വി യാദവ് പറയാൻ പോകുന്നതെന്ന്. റിപ്പോർട്ടർ വാർത്താ സംഘം ബീഹാറിലെ പോളിംഗ് ബൂത്തിൽ നിന്നാണ് തത്സമയം ഈ വാർത്തകളും ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷകർക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ തേജസ്വി യാദവിന്റെ പ്രതികരണമാണ്. ലാലു പ്രസാദ് യാദവ് കയറി. തേജസ്വി യാദവിന്റെ പ്രതികരണത്തിനായി നമ്മുടെ പ്രതിനിധി ആദിൽ പാലോടുണ്ട്. ക്യാമറകൾ തമ്മിൽ കൂട്ട ഇടിയാണ്. ഇവിടെ ഉള്ളതുപോലെയൊന്നുമല്ല, അവിടെ അത്ര വലിയ ഡിസിപ്ലിൻ ഒന്നും മാധ്യമപ്രവർത്തകർക്കിടയിലും ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും ആദ്യം വിഷ്വൽസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, തേജസ്വി യാദവ് वोट രേഖപ്പെടുത്തിയ വിരലുകൾ ഉയർത്തുന്നു. सब लोग जो है सभी बिहार के लोगों से अपील करते हैं. अरे यार ये बिहार के लोगों से यही अपील है कि मतदान केंद्र जाएं, अपने वर्तमान भविष्य को देखते हुए वोट दें. नौकरी, रोजगार, कारखाने बिहार में खुले, अच्छी शिक्षा चिकित्सा हो, पढ़ाई दवाई कमाई की जो बात करे उसको जो है मतदान करे. यही हम सब लोगों से अपील करना चाहते हैं. उम्मीद क्या है सर? उम्मीद हम लोग जीतेंगे, सब लोग जीतेंगे, बिहार जीतेगा. 18 तारीख को बदलेंगे सरकार. 18 तारीख को बदलेंगे सरकार. 14 को नई सरकार मिलने वाली है. अरे यार को प्रवक्ताओं से पूछो उनके बारे में. चलिए चोट लगेगा, मैच से चोट लगेगा, मैच पूरा पीछे हो गई बात. हाँ पर ये चलिए हो गया चलिए ആദിൽ പാലോടിന്റെ ചോദ്യത്തിനാണ് ഇപ്പോൾ തേജസ്വി യാദവ് മറുപടി പറഞ്ഞിരിക്കുന്നത്. സർക്കാർ വരും, പുതിയ സർക്കാർ വരും, ഭക്ഷണം കൊടുക്കുന്ന, വിദ്യാഭ്യാസം കൊടുക്കുന്ന, ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്ന സർക്കാർ വരും എന്നാണ് തേജസ്വി യാദവ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് തേജസ്വി യാദവിന്റെ കുടുംബം ഇപ്പോൾ വോട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങും. ആദിൽ പാലോട് അവിടെ കാത്തിരിക്കുന്നതിന് ലാലു പ്രസാദ് യാദവിന്റെ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇവിടെയുള്ളത് പോലെയൊന്നുമല്ല, അവിടെ ഉള്ള കാഴ്ചകൾ വ്യത്യസ്തമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് തിരക്കി ഒരു പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുന്നതാണ്. തേജസ്വി യാദവിന്റെ പ്രതികരണം നമ്മൾ കേട്ടുകഴിഞ്ഞു. തേജസ്വി യാദവ് പ്രതികരിച്ചത് നല്ല ഭക്ഷണത്തിന് വേണ്ടി, നല്ല ആരോഗ്യത്തിന് വേണ്ടി, നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി, നല്ല ജോലിക്ക് വേണ്ടി ഉള്ള മാറ്റത്തിന് വേണ്ടി നിങ്ങൾ വിധി എഴുതൂ എന്നാണ് ഇപ്പോൾ തേജസ്വി യാദവ് പറഞ്ഞത്. रखिए ना, कुछ नियम है जिसको